നിലവിൽ ബി ജെ പിക്ക് എവിടെയൊക്കെ സീറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെയെല്ലാം ബി ജെ പി ഉപയോഗിക്കുന്ന തന്ത്രം ആം ആദ്മി പാർട്ടിയാണ്. പ്രത്യക്ഷത്തിൽ ഇവരുടെ ശത്രുക്കളാണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്താണ്. നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് മനസ്സിലാവും. ബി ജെ പിക്ക് എവിടെയൊക്കെ സീറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടാവും. അവർ ബി ജെ പിക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടും അവിടുത്തെ തദ്ദേശപരമായിട്ടുള്ള പാർട്ടികൾക്കെതിരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നുകൊണ്ട് കുറച്ച് സീറ്റുകൾ പിടിക്കും. എന്നിട്ട് സ്വാഭാവികമായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇവർ ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലായ സ്ഥിതിക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബി ജെ പി തന്നെയായിരിക്കും. ഈ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ പാർട്ടികളെയും കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കറക്റ്റായിട്ട് വ്യക്തമാവും. സാധാരണപ്പെട്ട ബി ജെ പി പ്രവർത്തകരൊന്നും ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കും. അവർക്കെതിരെ വരുന്ന ഒരു വലിയ ആയുധമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയെ കണ്ടുകൊണ്ട് അവരും പ്രതികരിക്കും. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി കൊണ്ട് മാത്രം നിലവിൽ ഭരണത്തിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി. എല്ലാ തരത്തിലും എല്ലാ സോഷ്യൽ മീഡിയകളിൽ നിന്നും അവർക്ക് വേണ്ടത്ര ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരാൾ രംഗപ്രവേശനം ചെയ്യുന്നു. അയാൾ മില്യൺസ് ഓഫ് വ്യൂസ് കൂട്ടുന്നു, മില്യൺസ് ഓഫ് ഫോളോവേഴ്സിനെ കൂട്ടുന്നു. ഇതിന്റെ ഒക്കെ പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടും ഒരു സഹായം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സി ജെ പിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ആൾ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾക്ക് വധഭീഷണി ഉണ്ടായി, കുറെ പേര് പൈസ കൊടുത്തിട്ട് ബി ജെ പിയിൽ ചേരാൻ പറയുന്നു. അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ഡ്രാമ ആയിട്ട് നമുക്ക് ഇതുവരെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര സർക്കാരിനെതിരെ പറയുക, ബി ജെ പിക്കെതിരെ പറയുന്നവരായതുകൊണ്ട് തന്നെ നാട്ടിലെ 90% യുവാക്കളും സാമാന്യ യുക്തിബോധമുള്ള ഏത് പൗരന്മാരായാലും ഇവരെ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വ്യൂസും കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഫോളോവേഴ്സും കിട്ടുന്നുണ്ട്. സത്യത്തിൽ ഇതേ തന്ത്രം തന്നെയല്ലേ ബി ജെ പി വർഷങ്ങളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ജാതി, മതം, പശു എന്തിന്റെയൊക്കെ പേരിൽ വിഭജിക്കാമോ അതിന്റെയൊക്കെ പേരിൽ ഇവർ നാടിനെ വിഭജിക്കും. എന്നിട്ട് ചെറിയ ചെറിയ കൂട്ടായ്മകളാക്കി ഇവർ വലിയൊരു കൂട്ടായ്മകളാക്കി ഇവരിലേക്ക് അടുപ്പിക്കും. ഇങ്ങനെ വരുന്ന കൂട്ടായ്മകളെ ഉപയോഗിച്ച് സമൂഹത്തിൽ അവർ എതിർപ്പും വിദ്വേഷവും കലർത്തിവിടും. ഒരു ഭാഗത്ത് ജാതിയുടെ പേരിൽ അടി കിടക്കുമ്പോൾ